ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എന്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ എന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ കമൻറ്റിന് വല്ലതും റിപ്ലൈ തരാൻ വൈകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് ചില കമൻറ്റുകളൊക്കെ 3-4 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കിട്ടുന്ന സമയത്ത് 3 ദിവസം മുന്നുള്ള കമൻറ്റാണ് അതെന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനത് കാണുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ അപ്പോൾ അത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനീ പറയുന്ന സമയത്ത് കേൾക്കുന്ന കൂട്ടുകാരതൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ മുതലെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. രാവിലത്തെ തിരക്കും കാര്യങ്ങളും ഓട്ടപ്പാച്ചിലും ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം വീഡിയോ എടുക്കുന്നതാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് എണീക്കുന്ന സമയത്ത് ഭക്തിഗാനങ്ങളില്ലേ, ഭക്തിഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടൊരു തോന്നൽ കിട്ടും 2-3 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എണീക്കുന്ന സമയത്ത് ഫോണിൽ ഭക്തിഗാനം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. മാത്രമല്ല, അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ മക്കളില്ലാത്ത സമയത്തേക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്തായാലും കേൾക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്താണ്, മെമ്മറിയിലാക്കിയിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഹോം തിയേറ്ററിൽ. അങ്ങനെ ആകുമ്പോൾ നല്ല രസമായിരിക്കില്ല കേൾക്കാൻ. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭക്തിഗാനങ്ങളൊന്നും അല്ല, ചില പാട്ടുകൾ, സിനിമാ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നും ഇന്നും അതെ കേട്ടോ. എനിക്ക് ഇന്നത്തെ കാലത്തുള്ള പാട്ടുകളൊന്നും അങ്ങനെ ഒന്നും അറിയൊന്നുമില്ല, ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷെ പണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ അന്ന് എനിക്കിഷ്ടമാണ്, ഇന്നും എനിക്കിഷ്ടമാണ് കേട്ടോ. എന്ന് വിചാരിച്ച് പഴയ പാട്ടുകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില പാട്ടുകൾ പഴയതായാലും പുതിയതായാലും നമ്മളെ മനസ്സിൽ തട്ടും. അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാനൊരു മെമ്മറിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ആദ്യം ഉണ്ടായിരുന്ന ഫോണിൽ ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അന്ന് എനിക്ക് ഫോണിൽ നിന്ന് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പാട്ടുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെന്നെങ്കിലുമൊക്കെ കേൾക്കുന്ന പാട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബ്ലൂടൂത്ത് വഴിയൊക്കെ സിനിമാ പാട്ടുകൾ കേട്ടിട്ട് അത് അയച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ആ ഫോണ് ഹോം തിയേറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണക്ട് ചെയ്യും, എന്നിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്കുള്ള ഓരോ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ആകും കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണേ. അപ്പോൾ ഏതായാലും നമുക്ക് ശരിയാക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഇങ്ങനെ എണീക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഒരു തോന്നലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവരൊന്നും എണീറ്റിട്ടുണ്ടാവില്ലല്ലോ. ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ എണീക്കുകയും ചെയ്യും, അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കൊക്കെ റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയ ശേഷമാണ് പിന്നെ ഞാൻ ഓരോ പണികൾക്ക് അങ്ങനെ തിരിയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മഴക്കാലമായി. എൻ്റെ വീഡിയോ പണ്ട് കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ. മഴക്കാലമായി, ഇനി നമുക്കിവിടെ പുല്ല് പറിക്കാനുള്ള സമയങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പുല്ല് പറിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ മരുന്ന് തളിക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ അതിമാത്രമുള്ള പുല്ല് ഈ ഒരു ഭാഗത്തൊന്നും ഇല്ല. ഇതിങ്ങനെ കുറച്ച് പറിക്കാനേ ഉള്ളൂ. നമ്മൾ ദിവസം ഞാനിപ്പോൾ അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വാരി ഇങ്ങോട്ട് പോരുക ചെയ്യുക കേട്ടോ. നേരെ മറിച്ച് നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ കുറച്ച് പുല്ല് പറിച്ചാൽ മതി. പക്ഷെ മടിയാണ് കേട്ടോ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പോയിക്കോളും. ഇല്ല, നമ്മളൊന്ന്
ഫോൺ നോക്കിയാൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ. ഇരുന്ന പാടാണ്. പിന്നെ കഴിക്കാനൊക്കെ ആയിരിക്കും എണീക്കുക. അപ്പം ഞാൻ മിക്കവാറും ഓരോ പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ചെയ്യുക സമയമുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ വെയിലും ഉണ്ട് കേട്ടോ, നല്ല വെയിൽ. ഒരു 3-4 ദിവസത്തെ മഴയ്ക്ക് ശേഷം ഉള്ളൊരു വെയിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് അലക്കിയിട്ടതൊന്നും ഉണങ്ങിയിട്ടില്ല. 3-4 ദിവസമായിട്ട് അങ്ങനെ അലക്കുന്നുണ്ട്, ഒന്നും ഉണങ്ങുന്നില്ല കേട്ടോ. ഇനി എവിടെ അഴൽ കെട്ടുന്ന ആലോചിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെയിലൊക്കെ കണ്ടപ്പോൾ എന്തോ ചെയ്യാനൊരു തോന്നൽ. 3-4 ദിവസം ഇങ്ങനെ തണുപ്പ് പിടിച്ച് അങ്ങനെ ഇരുന്നതല്ലേ. അപ്പോൾ പെട്ടെന്നൊരു വെയിൽ കണ്ടപ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവില്ലേ. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി അടിച്ച് വാരിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു കുറച്ച് പുല്ലും കൂടെ പറിക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല വെയിൽ വരുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ചൂട് വരുന്നില്ല കേട്ടോ. മഴയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂടങ്ങോട്ട് ഏൽക്കണില്ല. അതാണല്ല, തീരെ ചൂടില്ല എന്നൊന്നല്ല. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു. അപ്പോഴേക്കും മടി പിടിച്ചു കേട്ടോ. വെയിലിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ നല്ല മഴ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി പുല്ല് പറിച്ചിട്ട് പുല്ല് അടിച്ച് വരാൻ പിന്നെ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ച് വാരി വേഗം നീക്കാനായിട്ട് ബാക്കി ആലോചിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മടി എന്നൊരു മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കാരണങ്ങൾ കാണോ പഞ്ഞം അല്ലേ. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് അടിച്ച് നീക്കട്ടെ. പിന്നെ അതേ നമ്മൾ മുറ്റത്തിൻ്റെ കളറൊക്കെ മാറി ഇപ്പോൾ പച്ചയായിട്ടുണ്ട് കേട്ടോ. പച്ച എന്ന് പറഞ്ഞാൽ ഇത് പുല്ലാണ് കേട്ടോ. ഒരു സൈസ് സ്പോഞ്ച് പോലത്തെ ഒരു പുല്ലില്ലേ, ആ പുല്ല് നിറയണതാണ്. പിന്നെ കുറച്ച് വഴുക്കലുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ കൈക്കോട്ടില്ലേ, എന്താ പറയുക, തൂമ്പല്ലേ, അത് വെച്ചിട്ട് അങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂസൊക്കെ നടക്കുന്ന സമയത്ത് നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്തുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ദിവസമായി ചെയ്തിട്ട്. അതിന് ശേഷം പിന്നെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പം എന്താണ് ഈ ക്യാമറ വെക്കുന്നത് ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കുന്നത് എന്താണെന്നറിയോ. എനിക്കൊരു കമൻറ്റ് വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്. എന്താ പറയുക, പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു സൈഡിലേക്ക് വെക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഞാനിത് ക്യാമറ തൊടിയിൽ കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, ഈ ഒരു കമൻറ്റ് എനിക്ക് വന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള പണിയാണ് കേട്ടോ. ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ, ദൂരത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. പക്ഷേ എവിടെയെങ്കിലും വെച്ചാൽ നിൽക്കില്ല കേട്ടോ. ഒന്നാമത് എൻ്റെ ട്രൈപ്പോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നല്ലോണം ഹൈറ്റ് ഏറ്റവും 3 തട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ 3ാമത്തെ തട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള കാലാണ് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു പേടിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് കുറച്ചിട്ട് 2 രീതിയിൽ വരുന്നതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുമായിരിക്കും. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയെന്ന് വിചാരിച്ചാൽ നിരന്ന സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രൈപ്പോഡിന് 3 കാലല്ലേ, ആ ഒരു കാല് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സൈഡിലിരിക്കും, മറ്റേ കാല് താണൊക്കെ ആവും ഇരിക്കും. അപ്പോൾ ഫോണ് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് മനുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തരുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. എങ്കിൽ തന്നെ ഞാൻ ഒരുവിധമൊക്കെ അവൻ്റെ അടുത്തുനിന്ന് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ അവനെക്കൊണ്ട് എടുത്ത് തരാനൊക്കെ പറയാറുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, വിളിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ കുറച്ച് നേരം വെയിൽ കിട്ടിയപ്പോഴേക്ക് സാരിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ബാക്കിയുള്ളതൊന്നും ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു പണി കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്തേക്ക് ഒന്ന് കയറിയത് കേട്ടോ. അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി, വെയിൽ കണ്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് അതിലും വലിയ പണി ഇവിടെ ഒരുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടല്ലേ മക്കൾ സ്കൂളിൽ പോയിരിക്കണേ. അതിന് അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ മൊത്തം വാരി വലിച്ചിട്ട് അവർക്ക് സ്കൂളിൽ പോവാൻ നേരത്തുള്ളൊരു തപ്പലും തിരയലും ഉണ്ടാവുമല്ലോ. തലേ ദിവസം എടുത്തു വെച്ചാലും
എടുത്ത് വെച്ചതിന് ശേഷം അവർ പോയിട്ട് എടുത്തിടും കേട്ടോ. ബാഗിൽ നിന്നൊക്കെ അപ്പൂസൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം അവൻ്റെ ബാഗിൽ ഇല്ലേ എന്നുള്ളത്. ആ ഇല്ലേന്ന് നോക്കുന്ന സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് വേറെ എവിടെയെങ്കിലും വെക്കും ചെയ്യും കേട്ടോ. പിന്നെ ഞാനെന്താ വെച്ചാൽ രാവിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് വിട്ടുപോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെക്കണതാണ്. അപ്പോൾ അവൻ്റെ ഒരു എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളൊരു നോക്കലാണിത്. എന്നിട്ട് നോക്കിയിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വേണ്ടി വെക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് രാവിലെ ഇവർക്കൊരു തിരച്ചിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ തലേ ദിവസം ഫ്രിഡ്ജ് നമ്മളിപ്പോൾ ഓണല്ല കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, കറണ്ട് ഇങ്ങനെ പോയും വന്നും കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ആങ്കറിലുള്ള തുണികളൊക്കെ ഒന്ന് വെയിലുള്ളാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം അപ്പോഴേക്കും മഴ ചാറുകയും ചെയ്തു. ഞാൻ ഈ തുണി വിടാൻ വേണ്ടി നിൽക്കുമെന്ന് തോന്നുന്നു, മഴ ചാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ കാര്യമായിരുന്നില്ലേ, കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓൺ ആക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഓഫാക്കിയിട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനേ നേരമുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കയറി അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവുക കേട്ടോ. അത്രയ്ക്കും കറണ്ട് പോക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ. രാത്രി ആയാലും പകലായാലും ഒക്കെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി, സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ നിലത്തിന് കളറൊരു വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടും നടന്നിട്ടൊക്കെ പഴയ പോലെ കളറാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇന്ന് അവരൊക്കെ ഒന്നിച്ചാണ് വന്നത് കേട്ടോ. അപ്പൂസിനെ കൊണ്ടുവന്നതും മനു വന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ കുളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസിനെ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മീൻ നന്നാക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അങ്ങനെ മീൻ നന്നാക്കിയപ്പോൾ ഇപ്പം അതേ അപ്പൂസ് വീണു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ച് പോയിട്ടോ. അവൻ എൻ്റെ മേലേക്ക് വെള്ളം കൊടയാൻ നിന്ന സമയത്ത് കാല് വെച്ചത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഉള്ളിൽ കൂടെ ഒരു കാളലുണ്ടാവുമല്ലോ, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഈ ഒരു ടൈമിലൊക്കെ ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഇല്ലാത്ത സമയത്ത് ക്യാമറ അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത്, അതൊന്നും എടുത്ത് പിടിച്ചോണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ 2 തരം മീനുണ്ടായിരുന്നു. ഒന്നത് ചെറിയ നത്തോലി, ഒരു ചെറിയ മീനല്ല വത്തൽ, ആ മീനും പിന്നെ വേറൊരു മീൻ കേട്ടോ, ഡിസ്കല്ല വേറൊരു മീനായിരുന്നേ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ അതേ മാങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഏട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക. ബൈ.